Hello friends, Science ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി എന്ന് പറയുമ്പോഴേക്കും 8th അല്ലെങ്കിൽ 9th പഠിക്കുന്ന സ്റ്റുഡൻസിന് ഒരു സയൻസ് എക്സിബിഷനൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ചെറിയൊരു ബാറ്ററി. അപ്പോൾ വീട്ടിലൊക്കെ ഉള്ള സാധാരണ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്താണ് നമ്മൾ ഈ ബാറ്ററി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതായത് ഇങ്ങനെ ഉപ്പ്, വിനാഗിരി അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത്. അപ്പോൾ ഇനി വരുന്ന 3-4 വീഡിയോസിൽ നമ്മൾ ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ബാറ്ററി ആയിരിക്കും ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ബാറ്ററീസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും മിസ്സാകാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അലുമിനിയം എയർ ബാറ്ററിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു അലുമിനിയം എയർ ബാറ്ററി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻറ്റ് അലുമിനിയം ഫോയിലാണ് കേട്ടോ. അലുമിനിയം ഫോയിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള അലുമിനിയം ഷീറ്റുകളാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ 1 mm തിക്നെസ് ഉള്ള അലുമിനിയത്തിൻ്റെ ഷീറ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സെപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. പിന്നെ നമുക്ക് ചെറിയൊരു കോപ്പർ വയറിൻ്റെ പീസ് വേണം. ഇത് വേണമെങ്കിൽ നമുക്ക് സാധാരണ വയറിനകത്തുനിന്ന് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ഉപ്പായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കരിയാണ്. ഇത് സാധാരണ കരി പൊടിച്ചെടുത്തേക്കുന്ന കേട്ടോ. അത്യാവശ്യം നല്ല പൗഡറായിട്ട് കരി പൊടിച്ചേക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ ഒരു കേസിനകത്താക്കാനായിട്ട് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ട്രേസിങ് ഷീറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വേണം നമുക്ക്. OSP പേപ്പർ ആണെങ്കിലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ബാറ്ററി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബാറ്ററി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ അലുമിനിയം ഫോയിൽ നമുക്ക് ബാറ്ററിയുടെ സൈസ് എന്തോരം വേണോ ആ സൈസ് അനുസരിച്ചൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പറിനകത്തോട്ട് നമ്മുടെ ഈ അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് ഭാഗം മാത്രം പുറത്ത് കിടക്കുന്ന പോലെ വേണം നമ്മളൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് വേറൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ സെയിം സൈസിൽ നമുക്കൊന്ന് മടക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേ ഒരു സെയിം സൈസിലൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കോപ്പറിൻ്റെ വയർ എടുക്കാം. അപ്പോൾ എനിക്ക് ഇവിടെ ചെറിയൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ചുറ്റിനും ഇതുപോലെ കോപ്പറിൻ്റെ ചെറിയൊരു പീസ് എൻ്റെ ചുറ്റിനും വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടല്ലേ, ചെറിയൊരു സ്ട്രിപ്പ് കോപ്പർ. അപ്പോൾ ഞാൻ ഈ കോപ്പർ ഇതൊന്നും കട്ട് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ ഈ കോപ്പർ ആയിരിക്കും നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് സാധാരണ സ്കൂൾ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ കോപ്പറിൻ്റെ സ്ട്രിപ്പും കൂടെ ഇതിലോട്ട് എടുത്ത് വെക്കാം. ഈ കോപ്പറിൻ്റെ മുകളിലും കൂടെ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കരി എടുക്കാം. നമ്മുടെ ചാർക്കോൾ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഫുള്ള് നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കറണ്ട് കളക്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും കൂടെ ഞാൻ ചാർക്കോൾ ഇട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കാം. ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിലോട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ കവർ ചെയ്ത് വെച്ച ഈ ഒരു അലുമിനിയം ഫോയിലിൻ്റെ പീസ് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ കാർബൺ തേച്ച് വെച്ച ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പീസും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് വെക്കാം. അപ്പോൾ ഈ അലുമിനിയം ഫോയിലും ഈ കാർബണും തമ്മിൽ ശകലം പോലും ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചു, അതുപോലെ തന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കാർബണിൻ്റെ ഈ ഒരു പീസ് വെച്ച് ഇതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഇതങ്ങോട്ട് കവർ ചെയ്തിട്ട് ഒന്ന് സീൽ ചെയ്യണം. അപ്പോൾ ഇതിനെ ഒട്ടിക്കാനായിട്ട് നമുക്ക് കുറച്ച് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യാം.
അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഇലക്ട്രോലൈറ്റ് ആണ് നമ്മുടെ ബാറ്ററിക്കകത്ത് ഫില്ല് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ബാറ്ററി വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ സൊല്യൂഷനാണ് വേണ്ടത്. കുറച്ച് ഉപ്പുവെള്ളമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കലക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ഇവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു സിറിഞ്ചിനകത്ത് ഈ ഉപ്പ് എടുത്തിട്ട് നമ്മുടെ ബാറ്ററിക്കകത്തോട്ട് കുറച്ചൊന്ന് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോലൈറ്റ് ഒക്കെ ഒഴിച്ച് നമ്മുടെ ബാറ്ററി ഇപ്പോൾ ഫംഗ്ഷനിങ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ട് എന്തോരം വോൾട്ടേജിനകത്ത് വരുന്നുണ്ടെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ ബാറ്ററിക്കകത്തുനിന്ന് നമുക്ക് 0.5 വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററി ചിലപ്പോൾ ഒരു 2-3 ദിവസത്തേന് ഇതുപോലെ തന്നെ ഫംഗ്ഷനിങ് ആയിരിക്കും. ഇതിനകത്ത് ഈ അലുമിനിയം ഫുള്ള് തീരുന്നിടം വരെ ഈ ബാറ്ററി ഫംഗ്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇതുപോലത്തെ ഒരു 2-3 സെല്ലും കൂടെ കൂടുതൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെറിയൊരു LED എന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇതുപോലത്തെ 3 ബാറ്ററികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 ബാറ്ററിയും ഒന്ന് സീരീസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളുണ്ടാക്കിയ 3 അലുമിനിയം എയർ ബാറ്ററീസും നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ 3 എണ്ണത്തേനും കൂടെ കൂടി എന്തോരം വോൾട്ടേജ് കിട്ടുന്നുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1.7 വോൾട്ട് നമുക്ക് ഈ 3 എണ്ണത്തേനും കൂടെ കിട്ടുന്നുണ്ട്. നമ്മുടെ ബാറ്ററിക്ക് ഇപ്പോൾ 1.5 വോൾട്ട് ഔട്ട്പുട്ട് ഉണ്ട്. പക്ഷേ വളരെ കുറവായിരിക്കും ആംബിയർ. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു LED ഇതും കൂടെ തെളിക്കുകയാണെങ്കിൽ കണ്ടില്ലേ, LED ജസ്റ്റ് ഒന്ന് കത്തുന്നതല്ലാണ്ട് കാര്യമായിട്ടൊന്നും തെളിയില്ല. അപ്പോൾ ഈ ബാറ്ററിക്കകത്തെ അലുമിനിയത്തിൻ്റെ മുകളിലൊരു അലുമിനിയം ഓക്സൈഡിൻ്റെ ലെയർ ഫോം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ബാറ്ററിയുടെ ആംബിയർ ഇതുപോലെ കുറഞ്ഞു പോകുന്നതും തീരെ കത്താണ്ടാകുന്നതും. അപ്പോൾ ആ ഓക്സിഡൈസേഷൻ്റെ പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ബാറ്ററിക്കകത്തോട്ട് ഒരു കുറച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തോരം വ്യത്യാസം വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ 3.3 വോൾട്ട് നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് ഇപ്പോൾ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്ററി കൊണ്ട് നമ്മുടെ LED ഒന്ന് കത്തിച്ച് നോക്കാം. ഓക്കെ, കണ്ടില്ലേ, ഇപ്പം നല്ല പവറിൽ തന്നെ നമ്മുടെ LED ഇപ്പോൾ കത്തുന്നുണ്ട്. വളരെ ചെറിയ LED ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. റെഡ് LED ആണ് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ വൈറ്റ് LED നന്നായിട്ട് തന്നെ കൊടുത്താൽ കത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു അലൂമിനിയം എയർ ബാറ്ററി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബാറ്ററിക്ക് എന്തോരം ലൈഫ് ഉണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിനുള്ളിൽ വെച്ചേക്കുന്ന ഈ അലുമിനിയം റിയാക്ട് ചെയ്ത് തീരുന്നിടം വരെ നമ്മുടെ ബാറ്ററിക്ക് ലൈഫ് ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ബാറ്ററി വർക്ക് ചെയ്യില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇതിനകത്ത് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് അലുമിനിയം ഫുള്ള് ഇല്ലാണ്ടായി തീർന്നു കഴിഞ്ഞിട്ടേ ബാറ്ററി നിൽക്കുകയുള്ളൂ. അത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും പയ്യെ ഈ അലുമിനിയം ഫുള്ള് ഇതിനകത്തുനിന്ന് റിയാക്ട് ചെയ്ത് അലുമിനിയം ഓക്സൈഡായിട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു അലുമിനിയം എയർ ബാറ്ററി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സാകാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.